രാവിലെ ഒരു 9 മണിയോട് കൂടിയാണ് ഞങ്ങൾ ജാലിയൻ വാലാബാഗ് കാണാനായിട്ട് പോകുന്നത്. അപ്പോൾ അത് സുവർണ്ണ ക്ഷേത്രത്തിൻ്റെ തൊട്ട് മുൻപിൽ തന്നെയാണ് ജാലിയൻ വാലാബാഗ്. അവിടെ നമ്മൾ കടന്നു പോകുന്ന വഴിയാണ് നിങ്ങളിപ്പോൾ കാണുന്നത്. ജാലിയൻ വാലാബാഗിൽ ജീവൻ നഷ്ടപ്പെട്ട നമ്മുടെ ധീരരക്തസാക്ഷികളെ പ്രതിമകൾ കണ്ടുകൊണ്ടാണ് ഞങ്ങൾ മുന്നോട്ട് പോയത്. അവിടെ ചെല്ലുമ്പോൾ ആദ്യം തന്നെ ഒരു മ്യൂസിയത്തിലേക്കാണ് നമ്മൾ ചെല്ലുക. അപ്പോൾ അവിടുത്തെ സംഭവങ്ങളെക്കുറിച്ചുള്ള വിവരണങ്ങൾ എല്ലാം അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. പക്ഷേ അധികവും പഞ്ചാബിയിലായതുകൊണ്ട് നമുക്കത് മുഴുവൻ വായിക്കാനൊന്നും കഴിഞ്ഞില്ല. ചിലതൊക്കെ ഇംഗ്ലീഷിലും എഴുതിയിട്ടുണ്ട്. പിന്നെ ഇത് 9 മണിക്കാണ് ഇവിടെ തുറക്കുള്ളൂ എന്നുള്ളത് കൊണ്ട് ആ സമയത്തേക്ക് കുറേ ആളുകൾ ഉണ്ടായിരുന്നു. അതുകൊണ്ട് പൊതുവേ അതിൻ്റെ ഉള്ളിൽ അത്യാവശ്യം തിരക്കുണ്ടായിരുന്നു. അതുകൊണ്ടുണ്ടല്ലോ ആളുകളെയൊക്കെ ഒഴിവാക്കിയിട്ട് വീഡിയോ പിടിക്കാന്ന് പറഞ്ഞത് ഒത്തിരി ബുദ്ധിമുട്ട് തന്നെയായിരുന്നു. പക്ഷേ എല്ലാം നമുക്ക് കാണാൻ പറ്റി. കൃത്യമായ കാലഗണനാ ക്രമത്തിൽ അവിടെ അത് പ്രദർശിപ്പിച്ചിട്ടുണ്ട്. ഇനി നമ്മൾ ഈ സ്റ്റെപ്പ് കയറി ചെല്ലുന്നതേ ജാലിയൻ വാലാബാഗിൽ നടന്ന കാര്യങ്ങളെക്കുറിച്ചുള്ള ഒരു വലിയ ഷോ നടക്കുന്നിടത്തേക്കാണ്. बैसाखी के उस पवित्र दिन मिट्टी उन मासूम लोगों के खून से लाल हो गई थी जिनको जनरल डायर के आदेश पर अंग्रेज सिपाहियों ने गोलियों से खून दिया था. ആ ഷോ കഴിഞ്ഞ് നമ്മൾ പുറത്തേക്ക് ഇറങ്ങുമ്പോഴേ നമ്മുടെ തൊണ്ടയൊക്കെ ഇങ്ങനെ കനത്ത പോലെയൊക്കെ അനുഭവപ്പെട്ടു. കാരണം നമ്മൾ ആ രംഗങ്ങൾ വീണ്ടും കാണുമ്പോൾ നമുക്ക് അത്രയും അങ്ങോട്ട് സന്തോഷമൊന്നും തോന്നില്ല, സഹിക്കാൻ പറ്റില്ല. പിന്നെ നമ്മൾ അടുത്ത സ്ഥലത്തേക്ക് ചെന്നപ്പോഴാണ് ഇതുപോലെ ഒരു സാൻഡ് ആർട്ട് കൊണ്ട് അന്നത്തെ സംഭവങ്ങൾ വിവരിച്ച് കാണിക്കുന്ന ഒരു വീഡിയോ ഷോ കണ്ടത്. പിന്നെ നമ്മൾ അവിടുന്ന് പുറത്തേക്ക് കടന്നു. അവിടെ ഒരുപാട് നിർമ്മിതികളുണ്ട് കേട്ടോ. അന്നത്തെ സ്മാരകമായിട്ട് കുറേ നിർമ്മിതികൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അന്നത്തെ സംഭവങ്ങളുടെ പ്രതീകമായിട്ട് കുറേ പട്ടാളക്കാരുടെയും അങ്ങനെയൊക്കെ കുറേ രൂപങ്ങൾ നിർമ്മിച്ചു വെച്ചിട്ടുണ്ട്. പിന്നെ അതിനെക്കുറിച്ചിട്ടുള്ള വിശദീകരണങ്ങളൊക്കെ ഇട്ടിട്ടുണ്ട്. പിന്നെ നമ്മൾ പോയത് കിണറിൻ്റെ അടുത്തേക്കാണ്. കിണർ എന്ന് വെച്ചാൽ അന്നും ഈ കിണറുണ്ടായിരുന്നു എന്നും ആ കിണറ്റിലേക്ക് അന്ന് വെടികൊണ്ടിട്ട് ആളുകളെ രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് ഈ കിണറ്റിലേക്ക് എടുത്ത് ചാടിയെന്നും അതിൻ്റെ ഉള്ളിൽ കിടന്ന എല്ലാവരും തന്നെ മരിച്ചു. ഏറ്റവും മുകളിൽ ചാടിയ 2-3 പേര് രക്ഷപ്പെട്ടു. 200-ലധികം പേര് ഈ കിണറ്റിലേക്ക് എടുത്ത് ചാടിയെന്നാണ് പറയുന്നത്. ആ കിണറാണ് ഈ പടിയൊക്കെ കെട്ടി സംരക്ഷിച്ച് വെച്ചിട്ടുള്ളത്. പിന്നെ നമ്മൾ കാണുന്നത് മുഴുവൻ ചുമരുകളിൽ വെടികൊണ്ട പാടുകൾ, അടർന്ന് വീണിട്ടുള്ള ഇഷ്ടികകളൊക്കെ ആയിട്ട് നിൽക്കുന്ന ചുമരുകളെയാണ്. നമുക്ക് കാണാൻ കഴിയില്ല. ഇങ്ങനത്തെ ചുമരുകളൊക്കെ കാണുമ്പോഴാണ് നമുക്ക് ആ സംഭവത്തിൻ്റെ ഒരു ഭീകരത എത്രത്തോളം ഉണ്ടെന്നുള്ളത് നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാവുന്നത്. എല്ലാ സ്ഥലത്തും, അതായത് പഴയ നിർമ്മിതികളിലെല്ലാം തന്നെ ഇതുപോലെ വെടികൊണ്ട പാടുകളുണ്ട്. പിന്നെ പുതിയ നിർമ്മിതികളുണ്ട്. ഇതാണ് സ്മാരകം. ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊലയുടെ സ്മാരകമായിട്ടാണ് ആ ഒരു സംഭവം പണിത് നിർത്തിയിട്ടുള്ളത്. പിന്നെ അവിടെ അമർജ്യോതി പോലെയുള്ള ചില നിർമ്മിതികളുണ്ട്. പിന്നെ നമ്മൾ പോകുന്നത് വീണ്ടും ഒരു മ്യൂസിയത്തിലേക്ക് തന്നെയാണ്. അവിടെ ഈ നിഷ്ഠൂര കൂട്ടക്കൊലയിൽ പങ്കെടുത്ത് രക്തസാക്ഷികളായ ആളുകളുടെ ചിത്രങ്ങളാണ് അവിടെ ഉള്ളത്. അപ്പോൾ അത് കാണുമ്പോൾ നമുക്ക് വല്ലാത്തൊരു വിഷമം തോന്നും. ഏറ്റവും അവസാനം ഉദ്ധം സിംഗിൻ്റെ ഫോട്ടോ ഉണ്ട്, അദ്ദേഹത്തിൻ്റെ ചിതാഭസ്മം ഉണ്ട്. ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊലയ്ക്ക് ഉത്തരവിട്ടതും അത് നടപ്പാക്കിയതും 2 പേരും ഡയർമാരാണ്. അപ്പോൾ അതിലെ ഉത്തരവിട്ട ഡയറിനെ ബ്രിട്ടനിൽ പോയിട്ട് കൊന്ന ആളാണ് ഈ ഉദ്ധം സിംഗ്. അപ്പോൾ അദ്ദേഹത്തെ അവരെ ഒരു പുണ്യാത്മാവിനെ പോലെയാണ് കാണുന്നത്. ശരിക്കും അദ്ദേഹം പറഞ്ഞ ചില വാചകങ്ങൾ അവിടെ എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ. അതിങ്ങനെയാണ്: ഐ ഡു നോട്ട് കെയർ അബൌട്ട് ദി സെൻറ്റൻസ് ഓഫ് ഡെത്ത്. ഇറ്റ് മീൻസ് നത്തിങ് അറ്റ് ഓൾ. ഐ ഡു നോട്ട് കെയർ അബൌട്ട് ഡൈയിങ് ഓർ എനിത്തിങ്. വി ആർ സഫറിങ് ഫ്രം ദ ബ്രിട്ടീഷ് എംപയർ. ഐ ആം നോട്ട് എഫ്രൈഡ് ടു ഡൈ. ഐ ആം പ്രൗഡ് ടു ഡൈ. ഞങ്ങൾക്ക് തൊട്ട് മുമ്പിൽ പോയിരുന്ന കോളേജ് കുട്ടികൾ അവിടെ നിന്നിട്ട് ഉറക്കെ ജയ് ഹിന്ദ് എന്ന് വിളിച്ച് പറയുന്നത് കേട്ടു. എത്ര ശാന്ത സ്വരൂപികളാണെങ്കിൽ പോലും ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിലെ മറക്കാനാവാത്ത ഈ ഒരു സംഭവത്തിൻ്റെ മുൻപിൽ ചോര തിളക്കി തന്നെ ചെയ്യും. അപ്പോൾ താങ്ക് യു.